Hi all, Calicut University 5th semester അപ്രിഷ്യേറ്റിംഗ് ഡ്രാമ ആൻഡ് തിയേറ്റർ. സോ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസർ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ ഒരിക്കലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ബുക്കിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. വാട്ട് ഈസ് ഹമേഷ്യ ഇൻ എ ട്രാജഡി? അതായത് ട്രാജഡിയിലുള്ള ഹമേഷ്യ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഹമേഷ്യ ഈസ് എ ട്രാജിക് ഫ്ലോ ഓർ ഡിഫക്റ്റ് ഓഫ് എ ക്യാരക്ടർ. ഹമേഷ്യ ഈസ് ദ റീസൺ ഫോർ ദ ഡൗൺഫോൾ ഓഫ് എ ഹീറോ. ദസ് ഒതല്ലോ ഹാസ് എ എൻവി, അതായത് ജലസ്. അതുപോലെ തന്നെ മാക്ബത്ത് ഹാസ് ഓവർ ആംബിഷൻ. കിങ് ലെയർ ഹാസ് അരോഗൻസ് ആൻഡ് ഹാംലെറ്റ് ഹാസ് ഇൻഡിസിഷൻ. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ഹമേഷ്യ അല്ലേ, അതായത് ക്യാരക്ടറിൻ്റെ ഒരു വലിയ കുറ്റമോ കുറവാണിത് എന്ത് ഹമേഷ്യ എന്ന് പറയുന്നത്. ഇത് കാരണമാണ് ഹീറോയുടെ പതനം സംഭവിക്കുന്നത്. ഒതല്ലേക്ക് അസൂയ, അതായത് ജലസും. മാക്ബത്തിന് എന്താണ്? അത്യാഗ്രഹം, ഓവർ ആംബിഷൻ അല്ല അത്യാഗ്രഹവും. കിങ് ലെയറിന് എന്താണ്? അഹങ്കാരം, അരോഗൻസ്, അഹങ്കാരവും. അതുപോലെ തന്നെ ഹാംലെറ്റിന് എന്താണ്? ഇൻഡിസിഷൻ, അതായത് ഒരു കാര്യം ഡിസിഷൻ ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ കുറ്റങ്ങളാണ് ഇതിൻ്റെ ഒക്കെ ഒരു കുറവുകളായിട്ട് പറയുന്നത്. എന്താണ്? ഹമേഷ്യ ഇൻ എ ട്രാജഡി അതിൽ. സോ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് കത്താറിസിസ് ഇൻ ട്രാജഡി? അതായത് ട്രാജഡിയിലുള്ള കത്താറിസിനെ കുറിച്ചിട്ടാണ് ഇവിടെ ചോദിക്കുന്നത്. സോ കത്താറിസ് ഈസ് മീൻസ് എന്താണ്? പ്യൂരിഫിക്കേഷൻ ആണ്. വെൻ പീപ്പിൾ സീ ദ സഫറിങ്സ് ഓഫ് അതേഴ്സ് ഇൻ എ ട്രാജഡി ദ ഫീൽ റിലീവ്ഡ് ആൻഡ് ഈവൻ എക്സാൾട്ട് ത്രൂ ദ പ്രോസസ് ഓഫ് പ്യൂരിഫിക്കേഷൻ. അല്ല, അതായത് ശുദ്ധീകരണം എന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം അല്ലേ, അതായത് പ്യൂരിഫിക്കേഷൻ. മറ്റുള്ളവരുടെ ദുരന്തങ്ങൾ കാണുമ്പോൾ എന്താണ്? കാണികൾ ബുദ്ധികരണ പ്രക്രിയയിൽ കൂടി ഉയർന്ന് ചിന്തിക്കുന്നത്. അവരുടെ ഓരോ ദുരന്തങ്ങളൊക്കെ എന്താണ് കാണുമ്പോൾ മറ്റുള്ളവരെന്താണ് നല്ലൊരു രീതിയിൽ തന്നെ ചിന്തിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ദസ് വി ക്യാൻ സേ കത്താറിസ് ആസ് ദ പ്ലഷർ ഓഫ് പിറ്റി ആൻഡ് ഫിയർ അല്ലേ. വേറെ വാക്കുകളിൽ പറഞ്ഞാൽ എന്താണ്? ദയയിലും അതുപോലെ തന്നെ പേടിയിലും കൂടി ഉണ്ടാകുന്ന സന്തോഷമാണിത് എന്ത് ഈ ഒരു കത്താറിസ് എന്ന് പറയുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് കത്താറിസ് ഈസ് റിലേറ്റഡ് ടു ദ ഇന്ത്യൻ കോൺസെപ്റ്റ് ഓഫ് റാസ. റാസ തിയറി അറിയില്ല, അതാണ് ഇവിടെ പറയുന്നത്. റാസ ഈസ് ദ സബ്ലിമേറ്റഡ് ഫീലിംഗ് അറൗസ്ഡ് ഇൻ ദ people when they see such feelings dramatics either in their readings or when they see them on stage അല്ലേ. അതായത് ഇന്ത്യയിൽ രാസസങ്കല്പവുമായി ഇതിന് ഭയങ്കര സാമ്യമുണ്ടെന്നാണ് പറയുന്നത്. സോ ഇതാണ് കത്താറിസ് ഇൻ ട്രാജഡി എന്ന് ചോദ്യം വന്നാൽ എഴുതേണ്ടത്. സോ തേർഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ പെരിപ്പീറ്റിയ. അതായത് പെരിപ്പീറ്റിയെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ പെരിപ്പീറ്റിയ മീൻസ് എന്താണ്? റിവേഴ്സൽ എന്നാണ്. അതായത് തിരിച്ചു പോക്കാണ് പെരിപ്പീറ്റിയൻ്റെ ഒരു എന്താണ് മീനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടേണിംഗ് പോയിന്റ് ഇൻ എ ഡ്രാമ ആഫ്റ്റർ വിച്ച് ദ പ്ലോട്ട് മൂവ്സ് സ്റ്റീഡ്ലി ടു ഇറ്റ്സ് ഡിനോൺമെൻറ്റ്. ഇറ്റ് ഈസ് ഡിസ്കസ്ഡ് ബൈ അരിസ്റ്റോട്ടിൽ ഇൻ ദ പോയറ്റിക്സ് ആസ് ദ ഷിഫ്റ്റ് ഓഫ് ദ ട്രാജിക് പ്രോട്ടോഗോണിസ്റ്റ് ഫോർച്യൂൺ ഫ്രം ഗുഡ് ടു ബാഡ് വിച്ച് ഈസ് എസെൻഷ്യലി ടു ദ പ്ലോട്ട് ഓഫ് എ ട്രാജഡി അല്ലേ. അതായത് പെരിപ്പീറ്റിയ ഒരു തിരിച്ചു പോക്കാണ് അല്ലെങ്കിൽ തിരിച്ചടിയാണ്. എന്താണ്? റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു തിരിച്ചടിയാണ് പെരിപ്പീറ്റിയ എന്ന് പറയുന്നത്. നാടകത്തിലെ ഒരു വഴിത്തിരിവാണിത്. അത് കഴിഞ്ഞാൽ പ്ലോട്ട് അതിൻ്റെ അവസാനത്തിലേക്ക് നീണ്ടു പോകുന്നു. സോ അരിസ്റ്റോട്ടിൽ പറയുന്നത് എന്താണ്? ഹീറോയുടെ ആ ഒരു വിധി, ആ ഒരു ഹീറോയുടെ ഫോർച്യൂൺ എന്താണ്? ഫ്രം ഗുഡ് ടു ബാഡ് അല്ല, ആ ഒരു ഹീറോയുടെ വിധി നല്ലതിൽ നിന്നും ചീത്തയിലേക്കാണ് നീങ്ങുന്നത്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് അനഗ്നോറിസ് എന്ന് പറയുന്നത്. അതായത് അനഗ്നോറിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അനഗ്നോറിസ് മീൻസ് എന്താണ്? റെക്കഗ്നേഷൻ ആണ്. ഇൻ എ ലിറ്റററി വർക്ക് ഇറ്റ് ഈസ് ദ സ്റ്റാർട്ട്ലിംഗ് ഡിസ്കവറി ദാറ്റ് പ്രൊഡ്യൂസ് എ ചേഞ്ച് ഫ്രം ഇഗ്നോറൻസ് ടു നോളജ്. അഗ്നോറിസ് എന്താണ്? യൂഷ്വലി ഇൻവോൾവ്സ് റിവലേഷൻ ഓഫ് ദ ട്രൂ ഐഡൻറ്റിറ്റി ഓഫ് persons previously unknown, as one a father recognize a stranger as his son or vice versa. സോ ഇതിൽ പറയുന്നത് എന്താണ്? അനഗ്നോറിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്കഗ്നേഷൻ അല്ലേ. അതായത് ഇതിനർത്ഥം എന്താണ്? മനസ്സിലാക്കൽ എന്നാണ്. സാഹിത്യത്തിൽ എന്താണ്? അറിവില്ലായ്മയിൽ നിന്നും അറിവിലേക്ക് വരുന്ന മാറ്റമാണ് ഇത്. അതായത് അറിവില്ലായ്മയിൽ നിന്നും അറിവിലേക്ക് വരുന്നതാണ് ഇതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്. സോ സാധാരണഗതിയിൽ ഇതുവരെ അറിയപ്പെടാതിരുന്ന ഒരാളെ അറിയുക
തിരിച്ചറിയുകയും അല്ലെങ്കിൽ ഒരു പിതാവ് മകനെ തിരിച്ചറിയുന്നതോ നേരെ തിരിച്ചോ ഒക്കെ ആകാം ഈ ഒരു അനഗ്നോറിസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡിഫൈൻ കോറൽ ക്യാരക്ടർ, അതായത് കോറൽ ക്യാരക്ടർ എന്താന്ന് ഡിഫൈൻ ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ നോക്കൂ. ദ ടേം കോറൽ ക്യാരക്ടർ റിഫേഴ്സ് ടു എ പേഴ്സൺ ഇൻ ദ പ്ലേ ഇറ്റ് സെൽഫ്. ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ അതർ ക്യാരക്ടേഴ്സ്. ദ ഫൂൾ ഇൻ കിങ് ലെയർ ഈസ് എ ഗുഡ് എക്സാമ്പിൾ. ഇൻ ദ എലിസബത്തൻ പ്ലേസ് കോറസ് വാസ് ജസ്റ്റ് വൺ പേഴ്സൺ who was not part of the characters. He spoke the prologue, epilogue and served as the playwright medium. He made comments, revealed the subject, time and settings. സോ ഇവിടെ പറയുന്നത് എന്താണ്? ദ ടേം കോറൽ ക്യാരക്ടർ അല്ല, അതായത് ഈ ഒരു കഥയുടെ ഭാഗമായി കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കോറസ് ആണെന്ത്? കോറൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു കഥയുടെ ഭാഗമായി കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കോറസ് ആണെന്ത്? കോറൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ കോറൽ ക്യാരക്ടറിലും മറ്റുള്ള കഥാപാത്രങ്ങളെ പറ്റി പറയുന്നു. കിങ് ലെയറിൽ ഫൂൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്താണ്? ഇതിന് നല്ലൊരു ഉദാഹരണമാണെന്ന് പറയുന്നുണ്ട്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ആർ ദ 3 യൂണിറ്റീസ് സ്റ്റിപ്പുലേറ്റഡ് ഇൻ ആൻഷ്യൻ ഡ്രാമ? അതായത് ആൻഷ്യൻ ഡ്രാമയിൽ, പുരാതന ഡ്രാമയിൽ ആവശ്യമായിരുന്ന 3 യൂണിറ്റുകൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ആൻസർ എന്താണ്? അരിസ്റ്റോട്ടിൽ ഇൻ ഹിസ് പോയറ്റിക്സ് സ്പീക്സ് ഓഫ് ദി യൂണിറ്റി ഓഫ് പ്ലോട്ട് ഓർ ആക്ഷൻ, ബട്ട് ദ മോർ എലബറേറ്റ് 3 യൂണിറ്റീസ് വെർ ഫോർമുലേറ്റഡ് ബൈ ദ ഫ്രഞ്ച് ക്ലാസിസ്റ്റ്. സോ ഇവിടെ പറയുന്നത് എന്താണ്? സോ അരിസ്റ്റോട്ടിൽ തൻ്റെ പോയറ്റിക്സിൽ എന്താണ് യൂണിറ്റി ഓഫ് ആക്ഷൻ എന്നതിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ കുറെ കൂടി വിപുലമായി 3 യൂണിറ്റുകൾ എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത് ഫ്രഞ്ച് ക്ലാസിസ്റ്റുകളാണ്. യൂണിറ്റി ഓഫ് ആക്ഷൻ, അതായത് ആ 3 യൂണിറ്റീസ് ഏതൊക്കെയാണ്? യൂണിറ്റി ഓഫ് ആക്ഷൻ, യൂണിറ്റി ഓഫ് പ്ലേസ്, യൂണിറ്റി ഓഫ് ടൈം എന്നിവയൊക്കെയാണ്. സോ ദിസ് വെർ ഹെൽഡ് ഹൈ ഇൻ ദ 16th and 17th centuries ഇൻ ഫ്രാൻസ് ആൻഡ് ഇറ്റലി. സോ ഇവിടെ പറയുന്നത് എന്താണ്? ഈ ഒരു 3 യൂണിറ്റുകളായിട്ട് പറയുന്നത്. സോ 16-17 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിലും ഇറ്റലിയിലും ഈ ഒരു 3 യൂണിറ്റുകളെയും എന്താണ് ഉയർത്തി കാട്ടിയിരുന്നു, ഹൈ ആയിട്ട് കാട്ടിയിരുന്നു കേട്ടോ, അതായത് ഉയർത്തി കാട്ടിയിരുന്നു. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ക്ലൈമാക്സ് ഇൻ എ ട്രാജഡി? അതായത് ട്രാജഡിയുടെ ക്ലൈമാക്സ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആൻസർ നോക്കൂ. ദ ക്ലൈമാക്സ് ഇൻ എ ട്രാജഡി ഈസ് ദ ടേണിംഗ് പോയിന്റ് ഇൻ ദ പ്ലേ ദാറ്റ് ചേഞ്ചസ് ദ പ്രോട്ടോഗോണിസ്റ്റ് ഫേറ്റ്. ദിസ് ക്ലൈമാക്സ് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് ദ ഇവൻറ്റ്സ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദ റൈസിംഗ് ആക്ഷൻ. ആഫ്റ്റർ ദ ക്ലൈമാക്സ് ദ ട്രാജിക് ഹീറോ ഈസ് മോർ കൺട്രോൾഡ് by their action and then he controls the actions. സോ ഇവിടെ പറയുന്നത് എന്താണ്? നാടകത്തിലുണ്ടാകുന്ന വഴിത്തിരിവാണെന്ത്? ഈ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ഹീറോയുടെ വിധി മാറ്റി എഴുതപ്പെടുന്നത് നേരത്ത് നടന്ന സംഭവങ്ങളുടെ ഒരു കോൺസിക്വൻസ് ആണ് ഇവിടെ പറയുന്നത്. അതായത് ഹീറോയുടെ വിധിയൊക്കെ മാറ്റി എഴുതപ്പെടുന്ന നേരത്തെ ഒരു നടന്ന സംഭവങ്ങളുടെ ഒരു കോൺസിക്വൻസ്, ആ റൈസിങ് ആക്ഷനിൽ നടക്കുന്ന കോൺസിക്വൻസ് ആണ് പറയുന്നത്. സോ ഇതുവരെ ഹീറോയാണ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിരുന്നത്, നിയന്ത്രിച്ചിരുന്നതൊക്കെ ഹീറോ ആണെങ്കിലും ഇനി മുതൽ കാര്യങ്ങളാണ് ഹീറോയെ നിയന്ത്രിക്കുന്നത് അല്ലേ. ഹീ കൺട്രോൾസ് ദ ആക്ഷൻ, അതായത് ഇനി മുതൽ കാര്യങ്ങളാണ് ഹീറോയെ നിയന്ത്രിക്കുന്നത്. സോ ഇതാണ് ട്രാജഡിയിലുള്ള ക്ലൈമാക്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡിഫൈൻ ഡിനോൺമെന്റ് ഇൻ എ ട്രാജഡി, അതായത് ട്രാജഡിയിലുള്ള ഡിനോൺമെന്റ് എന്താണെന്നാണ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ ഡിനോൺമെന്റ് ഇൻ എ ട്രാജഡി ഒക്കേഴ്സ് ജസ്റ്റ് ആഫ്റ്റർ ദ ക്ലൈമാക്സ്, അതായത് ട്രാജഡി ക്ലൈമാക്സ് കഴിഞ്ഞ് വരുന്നതാണ് ഡിനോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫൈനൽ മൊമെൻറ്റ് ഇൻ വിച്ച് ദർ ഈസ് എ റെസൊല്യൂഷൻ ഫോർ എനി റിമൈനിങ് കോൺഫ്ലിക്ട്സ് ഇൻ ദ പ്ലോട്ട്. അതായത് ഇവിടെ പറയുന്നത് എന്താ? ട്രാജഡിയിൽ ക്ലൈമാക്സ് കഴിഞ്ഞ് വരുന്നതാണ് ഡിനോൺമെൻറ്റ് എന്ന് പറയുന്നത്. സോ പ്ലോട്ടിലുണ്ടായിരുന്ന വിവിധ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, വിവിധ കോൺഫ്ലിക്ട്സ് ഒക്കെ പരിഹരിക്കാൻ ഉണ്ടാക്കുന്നു. എല്ലാ തരത്തിലുള്ള കെട്ടുകളും അഴിക്കപ്പെടുന്നല്ലേ. നോട്ട്സ് ക്രിയേറ്റഡ് ത്രൂ ഔട്ട് ദ പ്ലേ, എല്ലാ തരത്തിലുള്ള കെട്ടുകളൊക്കെ അഴിക്കപ്പെടുന്നത്. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ കോമഡി. കോമഡി എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ എ കോമഡി ഈസ് എ പ്ലേ ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് ഹ്യൂമറസ് ഓർ സെട്രിക്കൽ ടോൺ. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? തമാശകളും അതുപോലെ തന്നെ ആക്ഷേപഹാസ്യവും നിറഞ്ഞ ഒന്നാണ് കോമഡി എന്ന് പറയുന്നത്. രസികരമായിട്ടുള്ള ആളുകളെയോ അല്ലെങ്കിൽ രസമുള്ള സംഭവങ്ങളെയോ അത് കാണിക്കുന്നു. കോമഡികളിൽ സാധാരണയായിട്ട് അതിൽ പ്രധാന നടന്മാരെ അവർ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെ അതിജീവിച്ചു കൊണ്ട് വിവാഹിതരാകുന്നു. സോ മിക്കവാറും എല്ലാ കഥാപാത്രങ്ങൾക്കും
നല്ലത് ഭവിക്കുകയും എല്ലാവരും സന്തോഷത്തിലാവുകയും ചെയ്യുന്നു അല്ലേ. അതായത് അൾട്ടിമേറ്റ്ലി ഓവർകെയിം ദെയർ ട്രബിൾസ് ആൻഡ് ഗെറ്റ് മാരീഡ്. ഓൾ ആൻഡ്സ് വെൽ ഫോർ മോസ്റ്റ് ഓഫ് ദ ക്യാരക്ടേഴ്സ് ആൻഡ് എവരി വൺ ഹീസ് ഹാപ്പി എന്നാണ് പറയുന്നത്. സോ ഇതാണ് കോമഡി എന്ന് പറയുന്നത്. അതായത് തമാശകളും അതുപോലെ തന്നെ ആക്ഷേപഹാസ്യം ഒക്കെ നിറഞ്ഞ ഒന്നാണ് എന്ത് കോമഡി എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഈസ് എ ഫോയിൽ ഇൻ എ ട്രാജഡി. അതായത് ട്രാജഡിയിൽ ഫോയിൽ എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യന്. എ ഫോയിൽ ഈസ് എ ക്യാരക്ടർ ഹൂ കോൺട്രാസ്റ്റ് വിത്ത് ദ പ്രോട്ടോഗോണിസ്റ്റ്. ഹി ഓർ ഷീ ബെറ്റർ ഹൈലൈറ്റ്സ് ഓർ ഡിഫറൻഷ്യേറ്റ്സ് certain qualities of the protagonist. In some case, a subplot can be used as a foil to the main plot. In Shakespeare Othello, Emilia serves as a foil for both Desdemona and Iago. സോ ഇവിടെ എന്താണ് ഒരു ട്രാജഡി ഫോയിൽ എന്ന് പറയുന്നത് എന്താണ്, ഹീറോയുടെ അല്ലെങ്കിൽ ഹീറോയിൻ്റെ ഗുണങ്ങളെ താരതമ്യത്തിൽ കൂടി ഉയർത്തി കാണിക്കുവാനുള്ള ഒരു കഥാപാത്രമാണ് എന്ത് ഫോയിൽ എന്ന് പറയുന്നത്. സോ ചില സന്ദർഭങ്ങളിൽ എന്താണ് സബ് പ്ലോട്ടുകളിൽ എന്താണ് പ്രധാന പ്ലോട്ടിൻ്റെ ഫോയിൽ ആയി ഉപയോഗിക്കാറുണ്ട്. ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ എന്ന നാടകത്തിൽ എമിലി എന്താണ് ഡെസ്ഡിമോണിൻ്റെയും അതുപോലെ തന്നെ ഇയാഗയുടെയും ഒരു ഫോയിൽ കൂടിയാണ്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രാമ ആൻഡ് പ്ലേ. അതായത് ഡ്രാമയും പ്ലേയും തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ദ പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലേ ആൻഡ് ഡ്രാമ ഈസ് ദാറ്റ് പ്ലേ ഈസ് എ ഡ്രമാറ്റിക് പെർഫോമൻസ് ഓൺ ദ സ്റ്റേജ്. സോ ഡ്രാമ ഈസ് എ ലിറ്റററി കോമ്പോസിഷൻ ഇൻ ദ ഫോം ഓഫ് പ്രോസ് ഓർ വേഴ്സ്. ഇറ്റ് ഹാസ് ഡയലോഗ്സ് ഷോയിങ് സം കോൺഫ്ലിക്റ്റ് വിച്ച് ദ മെയിൻ ക്യാരക്ടർ അറ്റംപ്റ്റ്സ് ടു റിസോൾവ്. In ordinary talk, people use drama and play as if they are synonyms. So ഇവിടെ പറയുന്നത് എന്താണ്, പ്ലേ എന്നാൽ എന്താണ് സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒന്നാണ് പ്ലേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേഴ്സ് അല്ലെങ്കിൽ പദ്യത്തിലോ ഉള്ള ഒരു സാഹിത്യ രചനമാണ് എന്ത് ഡ്രാമ എന്ന് പറയുന്നത്. ഒന്നല്ലെങ്കിൽ പ്രോസ് അല്ലെങ്കിൽ വേഴ്സ് ഇട്ടാം. അതുപോലെ തന്നെ അതിൽ സംഭാഷണങ്ങളും അതുപോലെ തന്നെ സംഘടനകളും കാണും. ഹീറോ ഇതെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കുന്നു. സാധാരണ സംഭാഷണത്തിൽ ഇവ രണ്ടും പര്യായ പദങ്ങളായിട്ട് അതായത് സിനോണിയംസ് പദങ്ങളായിട്ട് ജനങ്ങൾ ഉപയോഗിക്കാറുമുണ്ട്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ട്രാജിക് കോമഡി എന്ന് പറയുന്നത്. ട്രാജിക് കോമഡി എന്ന് പറഞ്ഞാൽ എന്താണ്. ട്രാജിക് കോമഡി മിക്സസ് ട്രാജഡി ആൻഡ് കോമഡി ബൈ മിക്സിംഗ് ക്യാരക്ടേഴ്സ്, തീംസ് ആൻഡ് പ്ലോട്ട്സ്. ഇൻ ദിസ് ടൈപ്സ് ഓഫ് പ്ലേസ് വി ക്യാൻ സി ബോത്ത് ഹൈ ആൻഡ് ലോ ക്യാരക്ടേഴ്സ്. ട്രഡീഷണലി ട്രാജഡി ഹാഡ് അപ്പർ ക്ലാസ് ക്യാരക്ടേഴ്സ് ആൻഡ് കോമഡി ഹാഡ് മിഡിൽ ആൻഡ് ലോവർ ക്ലാസ് ക്യാരക്ടേഴ്സ്. ഇറ്റ് വാസ് പ്ലൂട്ട്സ് ദ റോമൻ പ്ലേറൈറ്റ് ദാറ്റ് കോയിനഡ് ദ ടേം ട്രാജിക് കോമഡി. സോ ഇവിടെ പറയുന്നത് എന്താണ്, ട്രാജഡിയും കോമഡിയും കൂട്ടിക്കലർന്നതാണ് എന്ത് ട്രാജിക് കോമഡി എന്ന് പറയുന്നത് അല്ലേ. അതായത് ട്രാജഡിയും കോമഡിയും മിക്സ് ചെയ്തതാണ് ട്രാജിക് കോമഡി എന്ന് പറയുന്നത്. സോ ഇതിൽ കഥാപാത്രങ്ങളും പ്രമേയങ്ങളും പ്ലോട്ടുകളും അതായത് ക്യാരക്ടേഴ്സും തീംസും പ്ലോട്ടുകളും കലർന്നു വരുന്നു. ഇതിൽ മഹാന്മാരും കാണും, ഏറ്റവും താഴ്ക്കിടിയിലുള്ളവരും കാണും. സാധാരണയായി ട്രാജഡിയിൽ ഉപരിവർഗവും കോമഡിയിൽ മധ്യവർഗവും മറ്റുള്ളവരുമാണ് കാണുക. സോ റോമൻ നാടകകൃത്തായിട്ടുള്ള പ്ലോട്ടേഴ്സ് ആണ് ട്രാജിക് കോമഡി എന്ന് പറയുന്ന ഈ ഒരു ടേം ആദ്യമായി ഉപയോഗിച്ചത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ആർ ദ തീംസ് ഓഫ് മിറാക്കിൾ പ്ലേസ്. അതായത് മിറാക്കിൾ നാടകങ്ങളുടെ പ്രമേയങ്ങൾ തീംസ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ തീംസ് ഓഫ് മിറാക്കിൾ പ്ലേസ് ആർ ദ ലീവ്സ് ഓഫ്. അതായത് ഇവിടെ പറയുന്നത് എന്താണ്, മിറാക്കിൾ നാടകങ്ങളുടെ പ്രമേയങ്ങൾ എന്താണ് വിശുദ്ധരുടെയും അതുപോലെ തന്നെ രക്തസാക്ഷികളുടെയും ജീവിതമാണ് അല്ലെ. വിശുദ്ധരുടെയും അതുപോലെ തന്നെ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും ഒരു ജീവിതമാണ് എന്ത് മിറാക്കിൾ നാടകങ്ങൾ എന്ന് പറയുന്നത്. മിറാക്കിൾ പ്ലേകളെ എന്താണ് സെയിൻസ് പ്ലേ എന്നും കൂടി വിളിക്കുന്നുണ്ട്. സോ 13-ാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും എന്താണ് ഇത്തരം നാടകങ്ങളിൽ പള്ളി സംബന്ധമില്ലാത്ത കാര്യങ്ങൾ വന്നുകൂടി. സോ അതുകൊണ്ട് അവ പള്ളികളിൽ നിന്നും എന്താണ് ആഘോഷവേദികളിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. സോ ഇന്ന് കാണുന്ന എല്ലാ മിറാക്കിൾ പ്ലേയും എന്താണ് എസ്റ്റി മേരിയ അതുപോലെ തന്നെ എസ്റ്റി മേരിയെ പറ്റിയോ അതായത് ദ മദർ ഓഫ് ജീസസിനെ പറ്റിയോ അല്ലെങ്കിൽ സെൻറ്റ് നിക്കോളസിനെ പറ്റിയും ഉള്ളതാണ്. സോ സെൻറ്റ് നിക്കോളാസ് 4-ാം നൂറ്റാണ്ടിലെ ടർക്കിയിലെ ഒരു ബിഷപ്പായിരുന്നു. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മൊറാലിറ്റി പ്ലേ എന്ന് പറയുന്നത് എന്താണ്. അതായത് മൊറാലിറ്റി പ്ലേ എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ.
ക്വസ്റ്റ്യന്. എ മൊറാലിറ്റി പ്ലേ ഓർ സിംപ്ലി എ മൊറാലിറ്റി ഈസ് എൻ എന്താണ് അലിഗോറിക്കൽ ഡ്രാമ എന്നാണ് പറയുന്നത്. മൊറാലിറ്റി പ്ലേസ് വെർ പോപ്പുലർ ഇൻ യൂറോപ്പ് ഇൻ ദ 15th and 16th century. ദ ക്യാരക്ടേഴ്സ് ഇൻ ദിസ് പ്ലേസ് എന്താണ് പേഴ്സണിഫൈ മോറൽ ക്വാളിറ്റീസ് ലൈക്ക് ലവ് ആൻഡ് ചാരിറ്റി ഓർ അബ്സ്ട്രാക്ഷൻസ് ലൈക്ക് ഡെത്ത് ആൻഡ് യൂത്ത്. ദ were used to teach moral lessons to the spectators. സോ ഇവിടെ എന്താണ് പറയുന്നത്, പ്രതീകമായിട്ടുള്ള ഒരു ഡ്രാമയാണ് എന്ത് മൊറാലിറ്റി പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതീകമായിട്ടുള്ള ഒരു ഡ്രാമയാണ്. 15-16 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ വലിയ പ്രചാരം ഉണ്ടായിരുന്നു. ലവ്, അതുപോലെ തന്നെ ചാരിറ്റി, ഡെത്ത്, യൂത്ത്, അതായത് സ്നേഹം, ദയ, മരണം, യുവത്വം എന്നിവയൊക്കെ എന്താണ് അതൊക്കെ ആ ഒരു ക്യാരക്ടേഴ്സ് കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുകയാണ്. സന്മാർഗികമായി ചില പാഠങ്ങൾ കാണികൾക്ക് നൽകാനാണ് ഇവ അരങ്ങേറുന്നത് അല്ലേ. ദ were used to teach moral lessons to the spectators അല്ല, അതായത് സന്മാർഗികമായ ചില പാഠങ്ങൾ എന്താണ് കാണികൾക്ക് നൽകാനാണ് ഇവ എന്താണ് അരങ്ങേറുന്നത് എന്നാണ് പറയുന്നത്. സോ ഇതാണ് മൊറാലിറ്റി പ്ലേ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് തിയേറ്റർ ഇൻ ദ ഏജ് ഓഫ് ഷേക്സ്പിയർ, അതായത് ഷേക്സ്പിയറിൻ്റെ കാലഘട്ടത്തിൽ ഉള്ള തിയേറ്ററിനെ കുറിച്ചിട്ടാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഷേക്സ്പിയർ ഈസ് കണക്റ്റഡ് വിത്ത് ദ തിയേറ്റർ വിച്ച് വാസ് ബിൽഡ് ബൈ ജെയിംസ് ബർബേജ് ഇൻ 1597. ഇറ്റ് വാസ് ഡിമോൾഷ്ഡ് ഇൻ 1598, അതായത് പൊളിച്ച് പണിയൊന്നും അറിയില്ല, അതട്ടെ ഡിമോളിഷ്ഡ്. സോ ആൻഡ് വാസ് റീബിൽഡ് വിത്ത് ദ നെയിം ദ ഗ്ലോബ്. മോസ്റ്റ് ഓഫ് ദ പ്ലേസ് ഓഫ് ഷേക്സ്പിയർ വെർ പ്ലേഡ് ഹിയർ. ഇൻ ദോസ് ഡേയ്സ് പ്ലേസ് വർ റിട്ടൺ ഫോർ ദ മാസ്. സോ ഇവിടെ പറയുന്നത് എന്താ, ദ തിയേറ്റർ എന്ന് പറയുന്നത് 1597 ജെയിംസ് ബർബേജ് നിർമ്മിച്ച നാടകവേദിയായിരുന്നു. സോ ഷേക്സ്പിയർ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഭയങ്കര കണക്റ്റഡ് ആണ്. സോ 1598 അത് പൊളിച്ച് പണിയുകയും ദ ഗ്ലോബ് എന്ന് പറയുന്ന ഒരു പുതിയ പേരിടുകയും ചെയ്തു. ഷേക്സ്പിയറിൻ്റെ മിക്കവാറും എന്താ നാടകങ്ങളൊക്കെ ഇവിടെയാണ് അരങ്ങേറിയിട്ടുള്ളത്. സോ ആ ഒരു കാലഘട്ടത്തിൽ പൊതുസമൂഹത്തിനു വേണ്ടിയായിരുന്നു ഈ ഒരു നാടകങ്ങളൊക്കെ എഴുതിയിരുന്നത്. ആ ഒരു പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പ്ലേസൊക്കെ എഴുതിയിരുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് സെൻറ്റിമെൻ്റൽ കോമഡി, അതായത് സെൻറ്റിമെൻ്റൽ കോമഡിയുടെ പ്രത്യേകതകൾ സ്പെഷ്യാലിറ്റീസൊക്കെ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. സോ സെൻറ്റിമെൻ്റൽ കോമഡി ഓൾസോ കോൾഡ് ഡ്രാമ ഓഫ് സെൻസിബിലിറ്റി ഡെവലപ്ഡ് ഇൻ ദ 18th century. സോ ഇവിടെ പറയുന്നത് എന്താണ്, സെൻറ്റിമെൻ്റൽ കോമഡിയെ ഡ്രാമ ഓഫ് സെൻസിബിലിറ്റി എന്ന് വിളിക്കുന്നു അല്ലേ, അതായത് സെൻറ്റിമെൻ്റൽ കോമഡിയെ ഡ്രാമ ഓഫ് സെൻസിബിലിറ്റി എന്നാണ് വിളിക്കുന്നത്. 18ാം നൂറ്റാണ്ടിലാണ് ഇത് ഉണ്ടായത്. മധ്യവർഗ ജീവിതമാണ് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത്. സോ അവരുടെ സന്മാർഗിക പ്രശ്നങ്ങൾ അവർ എങ്ങനെ വിജയകരമായി തരണം ചെയ്യുന്നു എന്ന് ഇവ കാണിക്കുന്നു. പേര് കോമഡി എന്നാണെങ്കിലും ചിരിക്കു പകരം എന്താണ് കണ്ണീരാണ് അവിടെ ഉണ്ടാക്കുന്നത് അല്ലേ. ദേ പ്രൊഡ്യൂസ്ഡ് നോട്ട് ലോഫ്റ്റർ ബട്ട് ടിയേഴ്സ് ഓൾദോ ദേ ആർ കോൾഡ് കോമഡി അല്ലേ, എന്താണ് കോമഡി എന്നാണ് വിളിക്കുന്നതെങ്കിലും ദേ പ്രൊഡ്യൂസ്ഡ് നോട്ട് ലോഫ്റ്റർ ബട്ട് ടിയേഴ്സ്. ദർ ഈസ് എ ലോട്ട് ഓഫ് സെൻറ്റിമെൻറ്റ് ആൻഡ് ഫീലിംഗ് ഇൻ ദിസ് പ്ലേസ്. റിച്ചാർഡ് സ്റ്റീൽസ് ദ കോൺഷ്യസ് ലവേഴ്സ് ആൻഡ് റിച്ചാർഡ് ദ വെസ്റ്റ് ഇന്ത്യൻ അല്ല, അതായത് ഇവിടെ പറയുന്നത് എന്താണ് പേര് കോമഡി എന്നാണെങ്കിലും ചിരിക്കു പകരം എന്താണ് കണ്ണീരാണ് അവ ഉണ്ടാക്കിയത്. റിച്ചാർഡ് സ്റ്റീലിൻ്റെ ദ കോൺഷ്യസ് ലവേഴ്സ്, അതുപോലെ തന്നെ റിച്ചാർഡിൻ്റെ ദ വെസ്റ്റ് ഇന്ത്യൻ എന്നിവ എന്താണ് ഒരു എക്സാമ്പിളാണ്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ റിയലിസം ആൻഡ് നാച്ചുറലിസം അല്ലേ. റിയലിസം നാച്ചുറലിസം തമ്മിലുള്ള ഡിഫറൻസ്, അതായത് വ്യത്യാസം എന്താണ് ചോദിച്ചിട്ടുള്ളത്. റിയലിസം ആൻഡ് നാച്ചുറലിസം ആർ ഡിഫറെൻറ്റ്. നാച്ചുറലിസം ബിലീവ്സ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് നാച്ചുറൽ ഫോഴ്സ് ഓവർ ഇൻറ്റേർണൽ ഡിസിഷൻസ് ബട്ട് റിയലിസം ഈസ് ബിൽഡ് ഓൺ ദ ഫ്രീഡം ആൻഡ് പവർ ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻ ദെയർ ലൈഫ് ചോയ്സ് അല്ലേ. അതായത് ഇവ രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആണ്, ഭയങ്കര വ്യത്യസ്തമാണ്. ആന്തരിക തീരുമാനങ്ങളുടെ മീതെ പ്രകൃതി എന്താണ് ശക്തികളാണ് പ്രാധാന്യം എന്നാണ് നാച്ചുറലിസം വിശ്വസിക്കുന്നത് അല്ലേ. നാച്ചുറലിസം എന്താണ് ബിലീവ് സ്ട്രെങ്ത് ഓഫ് നാച്ചുറൽ ഫോഴ്സ് ഓവർ ഇൻറ്റേർണൽ ഡിസിഷൻ, അതായത് ആന്തരികമായ തീരുമാനങ്ങളാണ് മീതെ എന്താണ് പ്രകൃതി ശക്തികളാണ് പ്രാധാന്യം എന്നതാണ് നാച്ചുറലിസം വിശ്വസിക്കുന്നത്. സോ പക്ഷേ എന്താണ് റിയലിസം എന്ന് പറയുന്നത് എന്താണ് ബിൽഡ് ഓൺ ദ ഫ്രീഡം ഓഫ് ദ പവർ ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻ ദർ ലൈഫ് ചോയ്സ്, അതായത് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം, ശക്തിയും അതുപോലെ തന്നെ പവറും വ്യക്തികൾക്കുണ്ട് എന്നതാണ് റിയലിസം വിശ്വസിക്കുന്നത്. അതാണ് നാച്ചുറലിസം റിയലിസം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്.
സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വൈ ഡിഡ് ഇയാഗോ ഹേറ്റ് ഒതല്ലോ? അതായത് നമ്മളുടെ ക്ലാസിക്കൽ ഡ്രാമയായിട്ടുള്ള ഒതല്ലയിലെ ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ ആ ഒരു അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് കണ്ടു നോക്കട്ടെ. സോ അതിൽ കൂടുതലായിട്ട് ഞാൻ സമ്മറി ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ വൈ ഡിഡ് ഇയാഗോ ഹേറ്റ് ഒതല്ലോ? അതായത് എന്തുകൊണ്ടാണ് ഇയാഗോ ഒതല്ലയോ വെറുത്തത്? ഇയാഗോ വാസ് ഹോപ്പിംഗ് ദാറ്റ് ഹി വുഡ് ബി പ്രൊമോട്ടഡ് ടു ദ പോസ്റ്റ് ഓഫ് ലിയോട്ട്നൻറ്റ്, but he found that Othello promoted Cassio by passing him, so he hated Othello. അതായത് തന്നെ ഒതല്ലോ ലെഫ്റ്റനൻ്റ് ആക്കുമെന്നാണ് ഇയാഗോ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇയാഗോയെ താഴ്ഞ്ഞ്, അതായത് ഇയാഗോ ആ ഒരു പോസ്റ്റിൽ നിന്ന് ഇതാക്കിയിട്ട് ഒതല്ലോ കാസിയോയാണ് ലെഫ്റ്റനൻ്റ് ആയിട്ട് ഉയർത്തിയത്. സോ ഇതാണ് ഇയാഗോയ്ക്ക് ഒതല്ലോടെ ഉണ്ടായിരുന്ന ഒരു വെറുപ്പിനുള്ളൊരു കാരണം എന്നത്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ബ്രബാൻഷിയോ കംപ്ലൈൻറ്റ് എഗെയിൻസ്റ്റ് ഒതല്ലോ? അതായത് ബ്രബാൻഷിയോയുടെ ഒതല്ലോക്കെതിരായിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ്, പരാതിയുടെ അടിസ്ഥാനം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ബേസ് എന്താണെന്ന്. ദ ബേസ് ഓഫ് ബ്രബാൻഷിയോ കംപ്ലൈൻറ്റ് എഗെയിൻസ്റ്റ് ഒതല്ലോ ഈസ് ദാറ്റ് ബ്രബാൻഷിയോ ഡോക്ടർ ഡെസ്ഡിമോണ ഹാസ് ഇലോപ്ഡ് വിത്ത് ഒതല്ലോ ആൻഡ് മാരീഡ് ഹിം. സോ ബ്രബാൻഷിയോ ഫീൽസ് ദാറ്റ് ഒതല്ലോ ഹാസ് ബിവിച്ച്ഡ് ഹിസ് ഡോക്ടർ. അതായത് ബ്രബാൻഷിയുടെ മകളായ ഡെസ്ഡിമോനെ ഒതല്ലോയുടെ കൂടെ ഒളിച്ചോടുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. ബ്രബാൻഷിയോ ചിന്തിക്കുന്നത് തൻ്റെ മകളെ ഏതോ മന്ത്രവാദത്തിൽ കൂടി ഒതല്ലോ വശീകരിച്ചത് എന്നാണ്. ഇതാണ് ബ്രബാൻഷിയോയുടെ പരാതിക്ക് കാരണം എന്നത്. അതായത് ഒതല്ലും അതുപോലെ തന്നെ അവരുടെ വൈഫായ ഡെസ്ഡിമോനും സ്നേഹിച്ച് ഒളിച്ചോടുകയാണ് ചെയ്തത്. എന്നിട്ട് അവർ വിവാഹം ചെയ്തു. പക്ഷേ ബ്രബാൻഷിയോ ചിന്തിക്കുന്നത് തൻ്റെ മകളെ ഏതോ ഒരു മന്ത്രവാദത്തിൽ കൂടി വശീകരിച്ചു എന്നതാണ്. സോ ഇതാണ് ആ ഒരു കംപ്ലൈൻറ്റിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ബ്രബാൻഷിയോ എക്സ്പ്ലനേഷൻ ഓഫ് വൈ ഹിസ് ഡോക്ടർ ഹാസ് റൺ ഓഫ് വിത്ത് ഒതല്ലോ? അതായത് തൻ്റെ മകൾ ഒതല്ലോയുടെ കൂടെ ഒളിച്ചോടാൻ കാരണം, അതായത് ഓടിപ്പോകാനുള്ള കാരണത്തിന് എന്ത് വിശദീകരണമാണ്, എന്തൊരു എക്സ്പ്ലനേഷനുമാണ് ബ്രബാൻഷിയോ നൽകുന്നത്? സോ അതായത് ബ്രബാൻഷിയോ തിങ്സ് ദാറ്റ് ഒതല്ലോ ഹാസ് ബിവിച്ച്ഡ് ഓർ ഡ്രാഗ്ഡ് ഹിസ് ഡോക്ടർ ആൻഡ് ദാറ്റ് ഈസ് വൈ ഷീ റാൻ അവേ വിത്ത് ഹിം. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ബ്രബാൻഷിയോ ചിന്തിക്കുന്നത് എന്തെങ്കിലും മന്ത്രവാദം ചെയ്തോ അല്ലെങ്കിൽ മയക്കുമരുന്ന് കൊടുത്ത് ആണ് ഒതല്ലോ തൻ്റെ മകളെ വശീകരിച്ചത് എന്നാണ്. തൻ്റെ മകൾ വളരെ അനുസരണയുള്ളവളും നിഷ്കളങ്കവുമാണല്ലേ, ഭയങ്കര ഇന്നസെൻ്റ് ഗേളുമാണ് ഡെസ്ഡിമോണ. അതുകൊണ്ടാണ് എന്നാണ് അവളുടെ ഫാദർ വിചാരിക്കുന്നത്. എന്തുകൊണ്ട് അവൾ ഒരു കറുത്ത ആഫ്രിക്കക്കാരനായ മോറിൻ്റെ കൂടെ ഓടിപ്പോയി എന്നുള്ളതിന് വെറും ഒരു കാരണവും ബ്രബാൻഷിയോ കാണുന്നില്ല. എന്തുകൊണ്ട്? അതായത് Brabantio cannot find any other reason for his doctor to run away with a black African Moor like Othello. അതായത് ഒതല്ലോ പോലെയുള്ള ഒരു ആഫ്രിക്കക്കാരനായ മൂറിൻ്റെ കൂടെ ഒളിച്ചോടാൻ വേണ്ടിയിട്ട്, ഓടിപ്പോകാനുള്ളൊരു കാരണം വേറെ ഒന്നുമായിട്ട് ബ്രബാൻഷിയോക്ക് കാണുന്നില്ല എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് അഷുറൻസ് ഡിഡ് ദ ഡ്യൂക്ക് ഓഫർ ബ്രബാൻഷിയോ? അതായത് എന്ത് ഉപദേശമാണ്, എന്തൊരു ഓഫറാണ് ബ്രബാൻഷിയോക്ക് ഡ്യൂക്ക് കൊടുക്കുന്നത്? ദ ഡ്യൂക്ക് അഷ്യൂർഡ് ബ്രബാൻഷിയോ ദാറ്റ് ഹിസ് ഡോക്ടർ ആൻഡ് ഒതല്ലോ ആർ ഹാപ്പിലി മാരീഡ് ആൻഡ് സോ ഹി ഷുഡ് നോട്ട് ട്രൈ ടു സെപ്പറേറ്റ് ദം. ഹി സെഡ് ദാറ്റ് ഈവൻ ഹിസ് ഓവൻ ഡോക്ടർ വുഡ് ഹാവ് മാരീഡ് ഒതല്ലോ ഇഫ് ഷീ ഹാഡ് ഹിയർഡ് ഹിസ് സ്റ്റോറീസ്. സോ ബ്രബാൻഷിയോയുടെ മകളും ഒതല്ലോ വിവാഹം കഴിഞ്ഞു. അവർ നല്ല സന്തോഷത്തിലാണ്, ഭയങ്കര ഹാപ്പി മാരീഡ് ലൈഫാണ് അവരത്. അവർ വേർപിരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒതല്ലോയുടെ വീരകഥകൾ കേട്ട് തൻ്റെ മകൾ പോലും ഒതല്ലോയെ പ്രേമിക്കുമായിരുന്നു എന്നാണ് ഡ്യൂക്ക് പറയുന്നത്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വൈ ഡിഡ് ഇയാഗോ ഹേറ്റ് കാസിയോ? അതായത് എന്തുകൊണ്ടാണ് ഇയാഗോ കാസിയോ വെറുത്തത്, ഹെയ്റ്റ് ചെയ്തത്? ഇയാഗോ ഹേറ്റഡ് കാസിയോ ഫോർ മെനി റീസൺസ്. കാസിയോ വാസ് പ്രൊമോട്ടഡ് ടു ദ പോസ്റ്റ് ഓഫ് ലിയോണൻ ബൈ പാസിംഗ് ഹിം. കാസിയോ വാസ് വെരി ഹാൻസം ആൻഡ് അട്രാക്റ്റീവ് മാൻ ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ഇയാഗോ ഓൾവേസ് ഫെൽറ്റ് ഇൻഫീരിയർ. സോ മോറോവർ ഇയാഗോ തോട്ട് ദാറ്റ് കാസിയോ ഹാഡ് സെക്ഷൽ റിലേഷൻസ് വിത്ത് ഹിസ് വൈഫ് എംലിയ.
സോ ഇവിടെ പറയുന്നത് എന്താണ്, ഇയാഗോ കാസിയെ വെറുത്തത് എന്താണ്, പല കാരണങ്ങളും ഉണ്ടല്ലോ, പല റീസൺസും ഉണ്ട് കാസിയോ വെറുക്കാൻ കാരണം. സോ ഇയാഗോ എന്താണ്, ഒതല്ലോ കാസിയോ പ്രൊമോട്ട് ചെയ്ത് ലെഫ്റ്റനൻ്റ് ആക്കി. അതായത് ആര്, കാസിയാണ് ലെഫ്റ്റനൻ്റ് ആക്കി, ഇയാഗയെ അവിടെ താഴ്ത്തി വെച്ച്. സോ ഒരു സുന്ദരനും മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിവുള്ളനുമായിരുന്നു ആര്, കാസിയോ. അയാളുടെ മുൻപ് ഇയാഗോക്ക് എപ്പോഴും എന്താണ്, ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് അനുഭവപ്പെട്ടിരുന്നു. അതിനു പുറമെ തൻ്റെ ഭാര്യയായ, തൻ്റെ വൈഫായ എമിലിയുമായി കാസിയോക്ക് എന്താണ്, ഒരു സെക്ഷൽ ബന്ധം ഉണ്ടായിരുന്നു എന്ന് ഇയാഗോ കരുതിയിരുന്നു. അദ്ദേഹം വിചാരിച്ചിരുന്നു, ആകട്ടെ തോട്ട് ചെയ്തു, കരുതിയിരുന്നു. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വൈ ഡിഡ് ഒതല്ലോ ഗോ ടു സൈപ്രസ്? അതായത് എന്തുകൊണ്ടാണ് ഒതല്ലോ സൈപ്രസിലേക്ക് പോയത്? ഒതല്ലോ വെൻറ്റ് ടു സൈപ്രസ് ബിക്കോസ് ഹി വാസ് ആസ്ക്ഡ് to do so by the Duke. The Turks were planning to attack Cyprus and the Turkish fleet was sailing towards Cyprus to make the attack. As a trusted general, Othello was asked to go to Cyprus to sort out his emergency there. So ഇവിടെ പറയുന്നത് എന്താ, ഡ്യൂക്ക് ഒതല്ലോയുടെ സൈപ്രസിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. ഡ്യൂക്കട്ട പറഞ്ഞിട്ടുള്ളത്. സോ തുർക്കികൾ സൈപ്രസിനെ ആക്രമിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. തുർക്കിയുടെ നാവികസേന സൈപ്രസിലിനെ ലക്ഷ്യമാക്കി വരുന്നുണ്ട്. വിശ്വസ്തനായ ഒരു ജനറൽ എന്ന നിലയിൽ ഒതല്ലോ സൈപ്രസിലേക്ക് പ്രസിദ്ധി നേരിടാനാണ് അങ്ങോട്ടേക്ക് അയച്ചത്. അതായത് ഡ്യൂക്ക് ഒതല്ലോയുടെ എന്താണ്, സൈപ്രസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ തുർക്കിയിൽ സൈപ്രസിനെ ആക്രമിക്കാൻ എന്താണ്, ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. തുർക്കിയുടെ നാവികസേന എന്താണ്, സൈപ്രസിനെ ലക്ഷ്യമാക്കി വരുന്നുണ്ട്. വിശ്വസ്തനായ ഒരു ജനറൽ എന്ന നിലയിൽ എന്താണ്, ഒതല്ലോ സൈപ്രസിലെ പ്രതിസന്ധി നേരിടാനാണ് അങ്ങോട്ടേക്ക് അയച്ചത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വൈ ഡിഡ് റോഡ്രിഗോ അഗ്രി ടു കിൽ കാസിയോ? അതായത് കാസിയോ വധിക്കാൻ വേണ്ടിയിട്ട്, കൊല്ലാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് റോഡ്രിഗോ സമ്മതിച്ചത്, അഗ്രി ചെയ്തത്? റോഡ്രിഗോ എന്താണ്, അഗ്രി ടു കിൽ കാസിയോ ബിക്കോസ് ഹി വാസ് മെയ്ഡ് ടു ബിലീവ് ദാറ്റ് കാസിയോ വാസ് ഹിസ് ഗ്രേറ്റസ്റ്റ് റിവൽ ഇൻ ഗെറ്റിംഗ് ഡെസ്ഡിമോണ വെൻ ഷീ ഗെറ്റ്സ് ഫെഡ് അപ്പ് വിത്ത് ദ ബ്ലാക്ക് ആഫ്രിക്കൻ ഒതല്ലോ. ഇയാഗോ ഓൾസോ മെയ്ഡ് റോഡ്രിഗോ ബിലീവ് ദാറ്റ് ഒതല്ലോ വാസ്, അതായത് കാസിയോ ആണ് തൻ്റെ ഏറ്റവും വലിയ ഒരു എതിരാളി എന്ന് ഇയാഗോ റോഡ്രിഗയെ എന്താണ് പറഞ്ഞു വിശ്വസിപ്പിച്ചു. കുറച്ച് കഴിയുമ്പോൾ എന്താണ്, ഡെസ്ഡിമോണയ്ക്ക് എന്താണ്, ഒതല്ലോയോടുള്ള സ്നേഹം കുറയുകയും അവൾ മറ്റും പുരുഷന്മാരെ നോക്കുകയും ചെയ്യും. കാസിയോടെ ആയിരിക്കും അവൾക്ക് ഏറ്റവും താല്പര്യം എന്ന് പറഞ്ഞു. സോ അതുകൂടാതെ ഒതല്ലോ എന്താണ്, മൗരിറ്റാനിയിലേക്ക് പോകുമ്പോൾ അയാൾ എന്താണ്, ഡെസ്ഡിമോണയെ കൂടെ കൊണ്ടുപോകും. കാസിയോ ആണ് എന്താണ്, സൈപ്രസിലെ ഒതല്ലോയുടെ പകരക്കാരൻ എന്നത്. സോ കാസിയോ വധിച്ചാൽ ഒതല്ലോ വേറെ എങ്ങോട്ടും പോകുകയില്ല. അപ്പോൾ റോഡ്രിഗയ്ക്ക് എന്താണ്, ഡെസ്ഡിമോണയെ ലഭിക്കാനുള്ള ശ്രമങ്ങൾ തുടരാൻ കഴിയും എന്നാണ് പറയുന്നത്, അല്ലേ? അതായത് സോ ദസ് ഡെസ്ഡിമോണ വിൽ കണ്ടിന്യൂ ടു ബി ഇൻ സൈപ്രസ്. സോ റോഡ്രിഗ ക്യാൻ കണ്ടിന്യൂ വിത്ത് ഹിസ് എഫേർട്സ് ടു വോ ഹെർ, അതല്ലേ? സോ അതായത് അപ്പോൾ റോഡ്രിക്ക് എന്താണ്, ഡെസ്ഡിമോണയെ ലഭിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തുടരാൻ കഴിയും എന്നാണ് ഇയാഗോ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ഹൂ ഈസ് എലൈന ഇവാനോവ്ന പൊപ്പോവ? ആരാണ് എലൈന ഇവാനോവ്ന പൊപ്പോവ എന്ന് പറയുന്നത്? സോ ഈ ഒരു ചാപ്റ്റർ ബെയർ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ആ സമ്മറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമ്മറി നിങ്ങൾ കേട്ടാൽ തന്നെ അതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഒന്നും കൂടി ഇതിൻ്റെ ആൻസറായിട്ട് ഞാൻ പറയാം. അതായത് ഷീ ഈസ് എ ലാൻഡ് ഓണിങ് വിഡോ വിത്ത് ഡിംപിൾസ് ഓൺ ഹെർ cheeks. Her husband was Nikola Mikhailovich. He died 7 months ago and she has decided to stay indoors all her life, wearing mourning clothes. അല്ലേ? അതായത് ജന്മിയായിട്ടും അതുപോലെ തന്നെ ഡിംപിൾസ്, ചീക്സിൽ ഡിംപിൾസും ഉള്ള ഒരു വിധവയാണ് അവർ. അവളുടെ ഭർത്താവ് നിക്കോളൈ മിക്കോലവിച്ച് ആയിരുന്നു. 7 മാസം മുൻപായിരുന്നു അയാൾ മരിച്ചിരുന്നത്. കറുത്ത ഡ്രസ്സ് ഇട്ടും ദുഃഖാചരണത്തിലായിരിക്കുന്നു അവർ. സോ അവർ ആ ഒരു വീടിൻ്റെ പുറത്തിറങ്ങുകയില്ല എന്നൊരു ശബ്ദത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, വൈ ഡിഡ് ലൂക്ക ആർഗ്യൂ വിത്ത് പൊപ്പോവ? അതായത് എന്തുകൊണ്ടാണ് ലൂക്ക പൊപ്പോവുമായി തർക്കിച്ചത്? ഹി ആർഗ്യൂഡ് വിത്ത് പൊപ്പോവ ബിക്കോസ് ഷീ റെഫ്യൂസ്ഡ് ടു മീറ്റ് ഈവൺ ഹെർ നൈബേഴ്സ്. ഷീ ഡസ് നോട്ട് ഗോ ഔട്ട് അറ്റ് ഓൾ അതർ പീപ്പിൾ ആർ മേക്കിംഗ് ദംസെൽവ്സ് ഹാപ്പി ഡൂയിങ് ദ തിങ്സ് ദേ ലൈക്ക്, ബട്ട് പൊപ്പോവ ഈസ് സിറ്റിംഗ് ഓൾ ദ ടൈം അറ്റ് ഹോം മോൺ. സോ ദാറ്റ് ഈസ് വൈ ഹി ആർഗ്യൂഡ് വിത്ത് പൊപ്പോവ.
സോ അതായത് അവൾ അയൽക്കാരെ കാണുന്നില്ല, വീടിന് പുറത്തു ഒന്നും പോകുന്നില്ല, മറ്റെല്ലാവരും തന്നെ അവൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ആഹ്ലാദിക്കുന്നു അല്ലേ. അവർക്കിഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവർ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, ആഹ്ലാദിക്കുകയാണ്. അവർ മാത്രം, അതായത് അവൾ മാത്രം, പൊപ്പോവ മാത്രം എന്താണ്, വീട്ടിൽ ഇരുന്ന് ഇത്ര നാളായിട്ടും ദുഃഖാചരിക്കുകയാണ്, അതായത് ദുഃഖാചരണത്തിലാണ്. അതുകൊണ്ടാണ് അയാൾ പൊപ്പോവുമായി തർക്കിച്ചത്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ലൂക്കാസ് കമൻറ്റ് ഓൺ പൊപ്പോവ ബ്യൂട്ടി? അതായത് പൊപ്പോവയുടെ സൗന്ദര്യത്തെ പറ്റിയിട്ടുള്ള ലൂക്കയുടെ കമൻറ്റ് എന്തായിരുന്നു എന്നാണ് ചോദ്യം. ലൂക്ക സേസ് പൊപ്പോവ ഈസ് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ വിത്ത് റോസസ് ഓൺ ഹെർ ചീക്ക്, ബ്യൂട്ടി വുഡ് നോട്ട് ലാസ്റ്റ് ലോങ് അല്ലേ. അതായത് ലൂക്ക പറയുന്നത് അവൾ ചെറുപ്പമാണ്, സുന്ദരിയാണ്, കവളിൽ റോസാപ്പൂവ് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ആ ഒരു ഡിംപിൾസ് ഇട്ടാം. സൗന്ദര്യം എന്താണ്, വളരെ നാൾ നീണ്ടു നിൽക്കുന്ന ഒന്നല്ല. 10 കൊല്ലം കഴിഞ്ഞാൽ ഓഫീസേഴ്സിൻ്റെ മുമ്പിൽ ഒരു പെൺമയിൽ ആകാൻ അവൾ എന്താണ് ആഗ്രഹിച്ചാൽ പോലും അവരാരും തിരിഞ്ഞു നോക്കുക പോലുമില്ല എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അതായത് പൊപ്പുവ പറയട്ടെ തൻ്റെ ദുഃഖാചരണത്തെ പറ്റി പൊപ്പുവയുടെ കമൻറ്റ് എന്താണ് എന്നാണ് ചോദ്യം. പൊപ്പുവ സേസ് ദാറ്റ് ഷീ വിൽ നെവർ ഗോ ഔട്ട്, ഹെർ ലൈഫ് ഈസ് ഓൾറെഡി അറ്റ് ആൻ എൻഡ്, ഹെർ ഹസ്ബൻഡ് ഈസ് ഇൻ ദ ഗ്രേവ് ആൻഡ് സോ ഷീ ഹാസ് ബറിഡ് ഹെർസെൽഫ് എമോങ് ദ 4 വാൾസ്, ഷീ ആൻഡ് ഹെർ ഹസ്ബൻഡ് ആർ ഡെഡ് അല്ലേ. അതായത് അവൾ ഇനി ഒരിക്കലും പുറത്ത് പോകുകയില്ല എന്നാണ് പറയുന്നത്, അവളുടെ ജീവിതം അവസാനിച്ചു. സോ അവളുടെ ഹസ്ബൻഡ്, അതായത് അവളുടെ ഭർത്താവ് കല്ലറയിലാണ്, അതുകൊണ്ട് അവളും 4 ചുമരുകൾക്കുള്ളിൽ എന്താണ് അടങ്ങിക്കഴിയും എന്നാണ് പറയുന്നത്. അവളുടെ ഭർത്താവും അവളും മരിച്ചു പോയി എന്നാണ് ലാസ്റ്റായിട്ട് പറയുന്നത്. അതാണ് ആ ഒരു ദുഃഖാചരണത്തിൻ്റെ ഒരു കമൻ്റായിട്ട് പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു പാർട്ടിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത പാർട്ടിൽ ബാക്കി ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം. സോ വീഡിയോ ലെങ്തി ആവുന്നത് കൊണ്ടാണ് ഇത്രയും ഞാൻ പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറി ഈ ഒരു ചാനലിൽ തന്നെ ഉണ്ട്. സോ ഈ ഒരു ചാനൽ നോക്കിയിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. സോ താങ്ക് യു.